ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും DPG ഇൻഫോ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാർട്ടൂൺ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ കുറവാണ്. എന്നാൽ അത് എങ്ങനെ നിർമ്മിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആ ആപ്പാണ് ട്വീൻ ക്രാഫ്റ്റ്. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിൽ നിന്നും ലഭ്യമാണ്. ഇനി ഞാൻ എൻ്റെ യജമാനനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു തരും. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് കൊടുക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ക്യാരക്ടേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ഈ ട്വീൻ ക്രാഫ്റ്റ് എന്ന ആപ്പിൻ്റെ ഇൻ്റർഫേസാണത്. കാർട്ടൂൺ ആപ്പിൻ്റെ ഇൻ്റർഫേസാണ്. ഇവിടെ മധ്യത്ത് കാണുന്ന സർക്കിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻ കൂടുതൽ മനസ്സിലാക്കാം. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻ അവർ തരുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇടതുവശത്ത് കുറച്ച് ഓപ്ഷൻസ് കാണുന്നുണ്ട്. മുകളിൽ ക്യാരക്ടേഴ്സ്, അതിൻ്റെ തൊട്ടു താഴെ ബാക്ക്ഗ്രൗണ്ട്. ക്യാരക്ടേഴ്സ് നോക്കാം. ഇതാണ് ക്യാരക്ടേഴ്സ്. ഇവിടെ തന്നെ ക്യാരക്ടേഴ്സ്, ഒട്ടനവധി ക്യാരക്ടേഴ്സ്, നമുക്ക് ആവശ്യമുള്ള ആൾക്കാരുടെ രൂപങ്ങളും അതുപോലെ കോമിക് രൂപങ്ങളും ഇവിടെയുണ്ട്. അത് ഏത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ചിലത് നമുക്ക് പെയ്ഡ് വേർഷൻ പോലെയാണ്. മറ്റേത് കുറച്ച് ആഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ക്യാരക്ടേഴ്സാണിത്. അതിന് തൊട്ട് താഴെയായി ബാക്ക്ഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് ചിത്രങ്ങൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് നമ്മുടെ മൊബൈലിലിരിക്കുന്ന ഒരു ചിത്രം നമുക്കത് ബാക്ക്ഗ്രൗണ്ട് ചിത്രമാക്കി എടുക്കാം. അത് നമുക്ക് പല സൈറ്റുകളിൽ നിന്നും കാർട്ടൂൺ ട്രീ അല്ലെങ്കിൽ കാർട്ടൂൺ ഹൗസ് അങ്ങനെയുള്ള കാർട്ടൂൺ കൊടുത്തുള്ള ആ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപടി ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഫോണിൽ സൂക്ഷിക്കുകയും ഈ അവസരത്തിൽ നമുക്ക് ഫോട്ടോ സെക്ഷനിലെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാനും ചെയ്യാൻ കഴിയും. ഇനി നാലാമത് വരുന്നത് ടെക്സ്റ്റാണ്. നിങ്ങൾക്ക് എന്ത് എഴുതണമെന്നുണ്ടെങ്കിൽ, ഈ കാർട്ടൂണിൽ എന്ത് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഇനി അടുത്തത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. നിങ്ങൾക്ക് ഈ കാർട്ടൂണിന് ഏത് തരത്തിലുള്ള മ്യൂസിക്കാണ് കൊടുക്കേണ്ടത്, കുറച്ച് മ്യൂസിക് ഈ ആപ്പ് നമുക്ക് തരുന്നുണ്ട്. അത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ചെയ്തു. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സൗണ്ട് എഫക്ട്സ് ആണ്. നമ്മളൊരു കോമിക് കാർട്ടൂണാണ് ഉണ്ടാക്കുന്നതിന് കാർട്ടൂണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തമാശ രൂപത്തിലുള്ള നമുക്ക് സൗണ്ട് കൊടുക്കാൻ കഴിയും. അതിനും ഈ ആപ്പ് കുറച്ച് സൗണ്ട് എഫക്ട്സ് നമുക്ക് തരുന്നുണ്ട്. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണത്. ഡൗൺലോഡ് ചെയ്തു നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അല്ലേ, ഇങ്ങനെ ഓരോരോ സൗണ്ട് എഫക്റ്റും ഈ ആപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ആപ്പ് തരുന്ന ക്യാരക്ടേഴ്സിനെക്കാട്ടും നമുക്ക് സ്വന്തമായി ഒരു ക്യാരക്ടേഴ്സ് ബിൽഡപ്പ് ചെയ്യാനും ഈ ആപ്പ് നമുക്ക് സൗകര്യമൊരുക്കുന്നുണ്ട്. അതിന് നമുക്ക് ക്യാരക്ടേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് യുവർ ഓൺ ക്യാരക്ടർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് യൂസ് യുവർ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റ് യുവർ ഓൺ ക്യാരക്ടർ. ഓൺലി വൺ ടൈം പേയ്മെൻറ്റ് ഈസ് റിക്വയർഡ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് ഫ്രീ ടു യൂസ്. ഒരു തവണ പൈസ അടയ്ക്കുക, എന്നതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയി നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ ഇത് ആവശ്യാർത്ഥം നമ്മുടെ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുകയാണ്. ഈ ക്യാരക്ടറാണ് നമ്മൾ സൃഷ്ടിക്കുന്ന ക്യാരക്ടറാണ്. അതേസമയം ഈ ആപ്പ് തരുന്നതല്ല. ഈ ക്യാരക്ടറിന് നമ്മൾക്ക് ഏത് വിധത്തിലുള്ള എക്സ്പ്രഷനാണ് മുഖത്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് കൊടുക്കാം. അത് ഓരോ ഓപ്ഷനിലും ടച്ച് ചെയ്താൽ
ഇവിടെ നിങ്ങൾക്ക് ആ ക്യാരക്ടറിലെ മുഖഭാവങ്ങൾ മാറുന്നത് കാണാം. കണ്ടല്ലേ? ഹാപ്പി ആയിക്കോട്ടെ, ആംഗ്രി ആയിക്കോട്ടെ, ആയാലും ഏത് ഇമോഷണലായാലും ഇതിവിടെ നമുക്കിങ്ങനെ ടച്ച് ചെയ്യും. ഇനി നമുക്ക് കള്ളിൻ്റെ തലയുടെ രൂപം മാറണമെങ്കിൽ റൗണ്ട് ആക്കണോ, റൗണ്ട് ആക്കാം. അതുപോലെ തന്നെ ഏത് ഷേപ്പ് ആക്കണം, അങ്ങനെ ഒട്ടനവധി ഷേപ്പിലുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഹെയർ സ്റ്റൈൽ ഏത് വിധത്തിലാകണം. ഇതാ ഹെയർ സ്റ്റൈൽ ഈ രീതി കിട്ടി, ഈ രീതിയിൽ നമുക്ക് മാറ്റാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റാം. അതുപോലെ തന്നെ ഒരു മുടി നീട്ടിയ രൂപത്തിലാണെങ്കിൽ ആ രീതിയിലൊക്കെ ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ സൃഷ്ടിക്കാൻ, നമുക്ക് തന്നെ സ്വന്തമായി സൃഷ്ടിക്കാൻ കഴിയും. ഇനി അത് വേണം ഈ ഡ്രസ്സ് എന്ത് കൊടുക്കാം, നമ്മൾ ഡ്രസ്സ് ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഇതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൻറ് പാൻറ്റും നമ്മൾ ഉടുപ്പിച്ചിരിക്കുന്നു. പിന്നെ തൊപ്പി വേണമെങ്കിൽ തൊപ്പി, ക്യാപ്പ് ഇടിക്കാം. ഇനി കണ്ണട വേണമെങ്കിൽ കണ്ണടയും നമുക്ക് ധരിക്കാം. ഏത് ടൈപ്പുള്ള കണ്ണടയും നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്ത് നമ്മുടെ ക്യാരക്ടറിന് കൊടുക്കാം. ഇനി ഷൂവിനെ ഏത് ഷൂ വേണം, ബ്ലാക്ക് ഷൂ വേണോ, അതുപോലെ തന്നെ ബ്ലൂ വേണം, റെഡ് വേണം, ഏത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ക്യാരക്ടർ നെയിം കൊടുക്കാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യാരക്ടർ നെയിമും നമുക്ക് കൊടുക്കാൻ കഴിയും. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി ഈ ആപ്പ് നമുക്ക് സൗകര്യമൊരുക്കുന്നുണ്ട്. നമ്മളൊരു കാർട്ടൂൺ വീഡിയോ തയ്യാറാക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു പുതിയ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. കളറായാലും ബാക്കിൽ പിക്ചറുള്ളതായുള്ള ബാക്ക്ഗ്രൗണ്ട് പിക്ചറുകൾ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഈ ബീച്ചിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡ് ഓൾറെഡി ഇവിടെ ഫിക്സ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ക്യാരക്ടേഴ്സിനെ ഓരോരുത്തരെയായിട്ട് ഇറക്കിക്കൊണ്ടുവരാം. ആദ്യം ഇവിടെ ഒരു ഒട്ടനവധി ക്യാരക്ടേഴ്സിന് ടോം, നിക്കി, ടിക്ക്, ടോ, ഭായ്, മെറ്റൽ, ബ്ലാക്ക്മാൻ, ഡെഡ്പോൾ, ഡോക്ടർ, റെഡ്മാൻ എന്നിട്ട് ഒട്ടനവധി. ഇതിൽ നിന്നും നമുക്ക് ടോം എന്ന കഥാപാത്രത്തെ ഇവിടെ ഈ ബീച്ചിൽ ഇറക്കിയിരിക്കുകയാണ്. ഈ ടോമിൻ്റെ ചലനങ്ങൾ നിയന്ത്രിക്കുന്നതാണ് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ. അതായത് ഈ പ്ലസ് ഐക്കൺ നേരെ പോയിരിക്കുന്നത് ടോമിൻ്റെ വൈറ്റിൻ്റെലേക്ക് ആണ്. ഇത് ടോമിൻ്റെ ചലനം, ഈ കഥാപാത്രങ്ങളുടെ ചലനം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത്. അതുപോലെ തന്നെ ടോമിൻ്റെ ഷൂ ഏത് ഭാഗത്തേക്ക് തിരഞ്ഞെടുക്കും, അതുപോലെ തന്നെ കാല് അകറ്റി, ഇതൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് ടച്ച് ചെയ്ത് മുന്നോട്ട് നിൽക്കാനും കഴിയും. അതുപോലെ തന്നെ കൈ ഉയർത്താനും ഇതേമാതിരി നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സ്ഥാനം മാറണമെങ്കിൽ മാത്രം ഈ പ്ലസ് ഐക്കൺ വെച്ച് മുന്നോട്ടും ബാക്കോട്ടും ആക്കിയാൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് മുഖത്തെ ഭാവങ്ങൾ മാറ്റണമെങ്കിൽ ഇവിടെ മുഖത്ത് പ്രസ് ചെയ്തുകൊണ്ട് താഴെ ഒട്ടനവധി ഭാവങ്ങൾ വരുന്നത് കാണാം. മുഖത്ത് ആംഗ്രി, ഇത് ദേഷ്യം പിടിച്ചുള്ളൊരു ഭാവമാണ്. അതുപോലെ ലാഫ്, ചിരിക്കുന്നു. അത് നോർമൽ, ഇത് നോർമൽ ആയിട്ടുള്ളതാണ്. ക്രൈ, അതുപോലെ തന്നെ ഇത്രയും ഭാവങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ഏത് വേണം എന്നതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി ഫോൺ ചെയ്യുന്നൊരു ഭാവം ഫോൺ. അപ്പോൾ ടോം ഒരാളെ ഫോൺ ചെയ്യാണ് ബീച്ചിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആ ഫോണിൽ വിളിക്കുന്ന സംഭാഷണങ്ങൾ നമുക്കിവിടെ റെക്കോർഡഡ് ആക്കാൻ വേണ്ടി ഇവിടെ ഒരു മൈക്കിൻ്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നു. ഈ മൈക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ആ ഫോണിൽ കൂടി പറയുന്ന രീതിയിൽ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അതിവിടെ റെക്കോർഡാവും. അത് ടോം സംസാരിച്ചതുപോലെ തന്നെ അത് പുനഃസംപ്രേഷണം ചെയ്യാൻ കഴിയും. നമ്മളതാ ചെയ്യുന്നത്. മൈക്ക് ഐക്കൺ പ്രസ് ചെയ്യുന്നു. മൈക്ക് ഐക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഹലോ നിക്കി, എവിടെയാണുള്ളത്? എന്നാലും ഞാൻ ബീച്ചിലുണ്ട് കേട്ടോ, ബീച്ചിലിരിക്കുകയാണ്. നീ ഉടനെ ഇവിടേക്ക് എത്തണം. ഓക്കെ,
ഇതാ നമുക്കതൊന്ന് റീപ്ലൈ ചെയ്യാം. പ്രസ് ചെയ്തതിനു ശേഷം ഹലോ നിക്കി എവിടെയാണുള്ളത്? ആ എന്നാൽ ഞാൻ ബീച്ചിലുണ്ട് കേട്ടോ, ബീച്ചിലിരിക്കുകയാണ്. നീ ഉടനെ ഇവിടേക്ക് എത്തണം. ഓക്കെ. അപ്പോൾ നമ്മളത് കേട്ടല്ലോ. ഇപ്പോൾ ടോം പറയുന്ന സംഭാഷണങ്ങൾ നമ്മളിപ്പോൾ അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ഫ്രെയിം നമ്മളിപ്പോൾ റെഡിയാക്കിയിരിക്കുകയാണ്. ആ ഫ്രെയിം റെഡിയാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു വലത് ഭാഗത്ത് താഴെ ഒരു ടിക്ക് നമ്പർ ഉണ്ട്, അവിടെ നിന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ 0 ഫ്രെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി വീണ്ടും ഒരു ഫ്രെയിം തയ്യാറാക്കണം. ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്യാരക്ടറിന് നമ്മൾ ഇറക്കുന്നു. നിക്കിയെ നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിക്കി ഈ ഭാഗത്ത് നിൽക്കട്ടെ. അപ്പോൾ നിക്കി ഇപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മൈക്ക് ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് പറയണം. ടോം ഞാനിവിടെ എത്തിയല്ലോ. ടോം നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ടോം ഞാനിവിടെ എത്തിയല്ലോ. ടോം നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇത് നമുക്ക് സേവ് കൊടുക്കാം. ഇവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ വിത്ത് നിങ്ങളൊരു ഇമെയിൽ ഐ ഡിയാണ് ചോദിക്കുന്നത്. ആ ഇമെയിൽ ഐ ഡി ഞാൻ കൊടുത്തിരിക്കുകയാണ്. നമ്മളത് സേവ് ചെയ്തു. സേവ് ചെയ്ത് എക്സ്പോർട്ട് കൂടി ചെയ്യുകയാണ്. ഹലോ ഫിനിഷ് ചെയ്യും. ഓഡിയോസും അതുപോലെ തന്നെ വീഡിയോസും കൂടെ നമ്മൾ മിക്സിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കൊരു കാർട്ടൂൺ വീഡിയോ തയ്യാറാക്കാൻ പറ്റുന്ന ആപ്പാണ് ട്വീൻ കാർട്ടൂൺ ആപ്പ്. നിങ്ങൾക്ക് ഇതുമാതിരി തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. എന്തെല്ലാമാണ് സംസാരിക്കേണ്ടതെന്നും ഏതെല്ലാം കഥാപാത്രം ഏതെല്ലാം മൊമെൻ്റ് എടുക്കണം, ഏതെല്ലാം മുഖഭാവങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ എഴുതി തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളൊരു കാർട്ടൂൺ തയ്യാറാവൂ. ഇതിപ്പം തൽക്കാലത്തേക്ക് മാത്രം ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഈ ആപ്പിൻ്റെ മെമ്മറിയിലേക്ക് സേവ് ചെയ്തിരിക്കുന്ന ഡ്രാഫ്റ്റ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മൂവ് ചെയ്ത് നമുക്കൊന്ന് പിന്നെ ഇത് ഒന്ന് റീപ്ലൈ ചെയ്ത് നോക്കാം. ചെയ്തതിനു ശേഷം ഹലോ നിക്കി എവിടെയാണുള്ളത്? ആ എന്നാൽ ഞാൻ ബീച്ചിലുണ്ട് കേട്ടോ, ബീച്ചിലിരിക്കുകയാണ്. നീ ഉടനെ ഇവിടേക്ക് എത്തണം. ഓക്കെ. ടോം ഞാനിവിടെ എത്തിയല്ലോ. ടോം നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ വിധത്തിലാണ് നമ്മൾ കാർട്ടൂൺ ഉണ്ടാക്കുന്നത്. വളരെ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് കാർട്ടൂൺ ഇനി അത്യാവശ്യമായിരുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ഭാവചലനം, ഓരോ സംഭാഷണത്തിനനുസരിച്ചുള്ള മുഖഭാവങ്ങൾ, ചലനം, ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ കഴിയും. അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ പോകണം. ഏഡ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓൾറെഡി ക്ലിക്ക് ചെയ്തിടാം. നമ്മൾ ഇത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സൗണ്ട് എഫക്റ്റ് കൊടുക്കണമെങ്കിൽ സൗണ്ട് എഫക്റ്റ് ഉണ്ട്.
ഒരു ക്ലാപ്പിൻ്റെയോ അല്ലെങ്കിൽ ഡ്രമ്മിൻ്റെയോ ഒച്ച വേണമെങ്കിൽ ഇത് ഡ്രമ്മിൻ്റെ ഒച്ച നമ്മൾ ഏട് എന്നുള്ളത് നമ്മൾ ചെയ്തിരിക്കുകയാണ്. നമുക്കത് കേട്ട് നോക്കാം. അങ്ങനെ നമുക്ക് സൗണ്ട് എഫക്റ്റും മ്യൂസിക്കും ഒക്കെ കൊടുക്കാൻ കഴിയും ഇതിൽ. ഓക്കെ, ഇതോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.